ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ്റെ നിലപാടുകൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ഉണ്ണിയാടൻ്റെ വാക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്നു. ഒരു ഇപ്പം എന്തെങ്കിലും പറയാതെ ഇപ്പം പറയാതിരുന്ന ഹലോ 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 എന്താ ഉള്ളേ ഒറ്റക്കാര്യം പറഞ്ഞു അതായത് ഇന്നലെ ഒന്ന് ഇരട്ടി വെളുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിലപാട് മാറ്റി മാനസാർ ഇന്നലെ പറഞ്ഞില്ലേ, കോടതി വിധി ശരിക്കും പഠിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. കോടതി വിധി പഠിച്ചപ്പോൾ ഈ കോടതി വിധി മാനസാറിന് അനുകൂലമായ കോടതി വിധിയാ. എന്താ ധാർമ്മികത ഇതിനകത്ത്? കോടതി എന്താ പറഞ്ഞിട്ടുള്ളത്? കോടതി വിധി എന്താ മാനസാറിനെതിരായി പറഞ്ഞിട്ടുള്ളത്? കോടതി വിധി കൃത്യമായി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞോട്ടെ, കോടതി വിധി എന്താ പറഞ്ഞിട്ടുള്ളത്? കോടതി പറഞ്ഞത് വിജിലൻസ് കോടതിയുടെ വിധിയിൽ പ്രൈമ ഫേസ്യ മാണിസാർ കുറ്റക്കാരനാണ് എന്നുള്ളത് അത് പറയാൻ പാടില്ലായിരുന്നു. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം എന്താ? പ്രൈമ ഫേസ്യ മാണിസാറിനെതിരെ എന്തെങ്കിലും ഉള്ളതായിട്ട് ഹൈക്കോടതിക്ക് തോന്നുന്നില്ല എന്നാണ്. വ്യക്തമാണ്. അതിനാണ് സീസറിൻ്റെ കാര്യം എടുക്കേണ്ടത്. അത് സംശയാതീതമായി തെളിയിക്കണം. അതിനാണ് പുനരന്വേഷണം. ഹൈക്കോടതി ഒരു വാക്ക് പോലും മാണിസാറിനെതിരായിട്ട് വിധിയിൽ പറഞ്ഞിട്ടില്ല. എന്തിന്റെ പേരിലാണ് ഹൈക്കോടതി വിധി അനുസരിച്ച് മാണിസാർ രാജിവെക്കണം എന്ന് പറയുന്നത്? മാണിസാറിന്റെ വിധി ഹൈക്കോടതി വിധി മാണിസാറിന് അനുകൂലമാണ്. എല്ലാ പോയിന്റിലും അടിമുടി നിങ്ങൾ നോക്കിക്കോളൂ. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് വിജിലൻസ് കോടതിയുടെ നിരീക്ഷണങ്ങൾ വിധിയെ ബാധിക്കാൻ പാടില്ല. അത് ഒരിക്കലും ഒരു അന്വേഷണത്തെ ബാധിക്കാൻ പാടില്ല. പിന്നെ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ വിധി അന്തിമ വിധിയല്ല, പുനരന്വേഷണം വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ. ഇല്ല ഹൈക്കോടതി ഞാൻ പറയട്ടെ ഹൈക്കോടതി ഏതെങ്കിലും സ്ഥലത്ത് മാണിസാറ് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഏതെങ്കിലും നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതാണ് ഹൈക്കോടതി വിധി ഞങ്ങൾക്കുള്ളതായിട്ടുള്ള ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. അതിൽ പോലും ഹൈക്കോടതി വിധി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? വിജിലൻസ് കോടതി കെ എം മാണി സാറിനെ കുറിച്ച് പ്രൈമ ഫേസ്യ കേസോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല. എന്തുകൊണ്ട്? ആർക്ക് അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഈ ഹൈക്കോടതി വിധി കെ എം മാണി സാറിന് അനുകൂലമായ ഒരു വിധിയാണ്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ കെ എം മാണി സാർ രാജിവെക്കേണ്ടതായ ഒരു കാര്യവുമില്ല. പാർട്ടിയൊക്കെ ഒറ്റക്കെട്ടാ. പാർട്ടി എങ്ങനെ രണ്ട് കെട്ടാണ്? ഒറ്റക്കെട്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി. കെ എം മാണിക്ക് അനുകൂലമായ പോയിന്റുകളെ ഹൈക്കോടതിയുടെ വിധിയിലുള്ളൂ. വിശദമാക്കാം. ഒന്ന് വിജിലൻസ് കോടതിയുടെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു, പ്രൈമ ഫേസ്യ കെ എം മാണി ഇതിൽ കുറ്റക്കാരനാണ് എന്ന്. അതിനെക്കുറിച്ച് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പ്രൈമ ഫേസ്യ കുറ്റക്കാരനാണെന്നുള്ള നിരീക്ഷണം കണ്ടെത്തിയത് ശരിയല്ല. അതോടൊപ്പം തന്നെ കോടതി വിധി പറഞ്ഞു, ഈ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളോ കോടതി വിലയിരുത്തലുകളോ ഒന്നും അന്വേഷണത്തെ ബാധിക്കരുത്. അതായത് ഒരു മുൻവിധിയോടുകൂടി, അതായത് വിജിലൻസ് കോടതി എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മുൻവിധിയായി കണ്ടുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും ഹൈക്കോടതി കെ എം മാണിക്കെതിരെ ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രൈമ ഫേസ്യ പോലും മാണി സാറ് കുറ്റക്കാരനാണെന്ന് പറയാൻ പോലും കോടതിക്ക് മനസ്സ് തോന്നില്ല. അതാണ് നിങ്ങൾ കാണേണ്ടത്. സീസറിന്റെ ഭാര്യ സംശയാതീതമായിരിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യം പോലും കെ എം മാണിക്കെതിരെ സംശയം ഉണ്ടാകുന്നതിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയണം. അതാണ് ഹൈക്കോടതി ജഡ്ജിക്ക് ഏതെങ്കിലും ഒന്ന് കണ്ടെത്തി പറയണം ഉണ്ടെങ്കിൽ മാണി സാറ് കുറ്റക്കാരനെന്ന് തോന്നുന്നതിൽ എന്തെങ്കിൽ എവിടെയെങ്കിലും ഒരു പരാമർശം, ഒരു വാക്കെങ്കിലും മാണി സാർ പറഞ്ഞില്ല. കോടതി പറഞ്ഞില്ല. ഒറ്റ വാക്ക് പോലും പറഞ്ഞില്ല. പരമോന്നതമായ നീതിപീഠമാണ് കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഒരു സംശയം കെ എം മാണി സാറിനെ കുറിച്ച് വിജിലൻസ് കോടതിയുടെ വിധിയിലുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്.
കോടതി വിധി പരാമർശം നടത്തിയത് മാത്രമേ ഉള്ളൂ. പരാമർശം എന്താ? ആ പരാമർശം പോസിറ്റീവായിട്ട് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ആദ്യത്തെ വാക്ക്? എന്താണ്? പ്രൈമ ഫൈസ്യ മാണി സാറിന്റെ പേരിൽ കുറ്റമുണ്ട് എന്ന് പറഞ്ഞ ഈ വിജിലൻസ് കോടതിയുടെ ആ വിലയിരുത്തല് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്രൈമ ഫൈസ്യ കുറ്റക്കാരനാണ് എന്ന വിജിലൻസ് കോടതിയുടെ കണ്ടെത്തൽ ശരിയല്ല. പറയട്ടെ, ശരിയല്ല എന്നാണ്. ഇല്ല എന്താ മനസാക്ഷിക്ക് വിടുന്നത്? മനസാക്ഷിക്ക് വിടുന്നത് പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾ വായിച്ചില്ലല്ലോ. മനസാക്ഷിക്ക് വിടുന്നത് എന്താ? മനസാക്ഷിക്ക് വിടുന്നത് കോടതി ഒരു കാര്യം പറഞ്ഞു. ഇവിടെ പുറത്തുനിന്ന് നിയമജ്ഞന്മാരെ കൊണ്ടുവന്ന് അഭിഭാഷകരെ കൊണ്ടുവന്ന് നിയമോപദേശം തേടിയതിൽ ഒരു തെറ്റുമില്ല, കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം പുറത്തുനിന്ന് അഭിഭാഷകരുടെ നിയമോപദേശം തേടുന്നൊരു സാഹചര്യം വന്നു ചേർന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളുടെ പണം ചെലവഴിക്കുന്ന ഒരു കാര്യമാണ്. അത് മനസാക്ഷി അനുസരിച്ച് ചിന്തിക്കേണ്ട അല്ല. ഇതിനകത്തൊരു കാര്യമുണ്ടല്ലോ. കോടതി പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വിജിലൻസിന് ഒരു പുറമേ നിന്നുള്ള അഭിഭാഷകർ നിയമ ഉപദേശത്തിന് വേണ്ടി പോയത്? നിങ്ങൾ മനസ്സിലാക്ക്. KM മാണി സാർ നിയമമന്ത്രിയാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിരിക്കുന്നു. ഇവിടെ നിയമോപദേശം നേടുന്നത് അഡ്വക്കേറ്റ് ജനറൽ കൊണ്ടോ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കൊണ്ടോ ഒക്കെ നടത്തിച്ചാൽ ആ റിപ്പോർട്ട് എത്ര നിഷ്പക്ഷമാണെങ്കിലും നിങ്ങൾ ഉൾപ്പെടെയുള്ള പറയില്ലേ ഈ ഗവൺമെന്റ് സാധിച്ചെഴുതിയാണെന്ന്, ഈ നിയമമന്ത്രി സാധിച്ചെഴുതിയാണെന്ന്? അതിന് വേണ്ടതെന്താ? പുറത്തുള്ള സുപ്രീം കോടതിയിലുള്ള നിയമപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ റിപ്പോർട്ട് തേടുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ടുള്ളൂ. അതിൽ തെറ്റുണ്ടെന്ന് പോലും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അത് ശരിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വിഭാഗത്തിനല്ല ഈ എന്താണ് ഞാൻ തോന്നുന്നത് എന്താ? ഈ കോടതി വിധി ഉണ്ടായിട്ട് ആ കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അത് ആണ് മറ്റുള്ള പൊതുജനങ്ങൾ കേൾക്കുന്നത്. ആ വ്യാഖ്യാനം കേട്ടാണ് പലരും KM മാണിയെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത്. ശരിയായ നിലയിൽ ജഡ്ജി വിധിയെ കാണുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്താൽ ഈ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മുഴുവൻ പോകും. ഇത് മാധ്യമങ്ങളല്ല, അതിനേക്കാൾ ഉപരി താങ്കളുടെ പാർട്ടിയിലുള്ളവരും കോൺഗ്രസും ഘടകകക്ഷികളെ നേതാക്കളും എല്ലാം തന്നെ കോൺഗ്രസിന്റെ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ബോധ്യപ്പെടേണ്ടതല്ലേ? ഇത് ബോധ്യപ്പെടാനായിട്ട് ഒരു കമ്മിറ്റി ഒന്നും കൂടിയിട്ടില്ലല്ലോ. അങ്ങനെ ബോധ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ UDF യോഗം തുടങ്ങാൻ പോകുന്നത്. വളരെ ശക്തമായ നിലപാടുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അല്ലെ, അങ്ങനെ ഒരു ശക്തമായ നിലപാടെന്നൊക്കെ ആരാ പറയുന്നത്? എന്താ പറയുന്നത്? അങ്ങനെ ഒരു നിലപാടൊന്നും ആരും സ്വീകരിക്കാൻ പാടില്ലല്ലോ. ഞങ്ങളെ ഇത് എന്തിന്റെ പേരിലാണ് KM മാണി സാർ രാജിവെക്കണമെന്ന് പറയുന്നത്? ഹൈക്കോടതി വിധി അനുകൂലമായി നിൽക്കുമ്പോൾ ആ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണി സാർ രാജിവെക്കണം. പറയാമായിരുന്ന ഇതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ട സന്ദർഭം എന്ന് പറയുന്നത് വിജിലൻസ് കോടതിയുടെ വിധി ഉണ്ടായ സന്ദർഭത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാം. ആ വിജിലൻസ് അന്ന് പറഞ്ഞ ആ വിധി ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതി വിധിയോടുകൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ വിധിയിലൂടെ വിജിലൻസ് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, KM മാണി സാർ എന്നതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു ഹൈക്കോടതി വിധിയിലൂടെ. അലങ്കാരമല്ലല്ലോ. എന്താണ് അലങ്കാരമാണെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സീസറിന്റെ ഭാര്യ സംശാദിതമായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം KM മാണി സാർ കുറ്റക്കാരനാണ് എന്ന് വ്യാഖ്യാനിക്കണം. എന്തിനാ? ഈ കോടതിയല്ലേ പറഞ്ഞത് പ്രൈമ ഫൈസ്യ വിജിലൻസ് കോടതി മാണി സാറിനെതിരെ കുറ്റം കണ്ടെത്തിയത് ശരിയല്ല എന്ന് പറഞ്ഞ ഹൈക്കോടതിയുടെ ഈ വാക്കിനെ എന്തിനാണ് മാണി സാറിനെതിരെ ഉപയോഗിക്കുന്നത്? രാജിയൊന്നും ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ആവശ്യപ്പെടുമ്പോഴല്ലേ ആ കാര്യത്തെ കുറിച്ച് പറയേണ്ടതായിട്ടുള്ളൂ. അല്ല, അനാവശ്യമായ സമ്മർദ്ദം, ഇത് യാഥാർത്ഥ്യം ഇതായിരിക്കെ അനാവശ്യമായ സമ്മർദ്ദം മാണി സാറിന്റെ മേലൊക്കെ ചെലുത്തിയാൽ അതിനകത്ത് വല്ല സംശയമുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ അധികാരമൊന്നും പ്രശ്നമല്ല. മാണി സാറിനെ ഒന്നും പ്രതികൂട്ടിലാക്കാൻ, ഒറ്റപ്പെടുത്താനോ ബലി കൊടുക്കാനോ ഒന്നും കേരള കോൺഗ്രസ് പാർട്ടി തയ്യാറാകില്ല. അതൊക്കെ സംശയമില്ലാത്ത കാര്യമല്ലേ? പാർട്ടി ഒറ്റക്കെട്ടല്ലേ? ഒറ്റക്കെട്ടാണ്. രാജിവെക്കില്ലോ, ഉറപ്പല്ലേ? അങ്ങ് രാവിലെ പറഞ്ഞ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ അങ്ങ് ഉൾപ്പെടെയുള്ളവർ രാജിവെക്കുമെന്നാണ്. പക്ഷേ ആന്റണി രാജു പറഞ്ഞ ഒരു കാര്യം അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, പാർട്ടിയുടെ അഭിപ്രായം അല്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയുന്നതൊക്കെ ഇപ്പൊ എന്റെ വ്യക്തിപരമായ പാർട്ടി കമ്മിറ്റി കൂടാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന സ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്റെ പാർട്ടി എനിക്ക് മുന്നണി നൽകിയ കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. ചീഫ് വിപ്പ് അത് അനാവശ്യമായി മാണി സാറിനെ സമ്മർദ്ദത്തിലാക്കി, പ്രതിക്കൂട്ടിലാക്കി, ബലിയെടുത്തൊന്നും ഈ സ്ഥാനത്ത് ഞാൻ തുടരില്ല. എവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?
ഞാൻ പറഞ്ഞതൊക്കെ ന്യായകേടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയും, ഞാൻ പറഞ്ഞത് എന്താണ് ന്യായകേട്? നിങ്ങൾ പറയും, നിങ്ങൾ എല്ലാവരെയും കാണുന്നവരല്ലേ, എല്ലാം വിലയിരുത്തുന്നവരല്ലേ, എന്താണ് ഞാൻ പറഞ്ഞത് ന്യായകേട്? ഞാൻ ന്യായകേട് പറയും. കോൺഗ്രസ് നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? എന്തെങ്കിലും ബോധ്യപ്പെടാനുണ്ടോ നിങ്ങൾക്ക്? അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടോളും. കാര്യങ്ങൾ മനസ്സിലാക്കും, എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എല്ലാവർക്കും മനസ്സിലാകും, എല്ലാവർക്കും ബോധ്യപ്പെടും. ആരും ഞങ്ങളുടെ രാജ്യം ഒന്നും ആവശ്യപ്പെടുന്നില്ല. വെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. വാണി സാർ എന്തിനാ രാജിവെക്കണം? എന്ത് കാര്യത്തിന് അടിസ്ഥാനത്തിൽ? യോഗം ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു, അതിൽ പങ്കെടുക്കുമോ? യോഗം കൂടുന്നതായിട്ട് ഒന്നും എനിക്കറിയില്ല. ഞങ്ങൾക്ക് ആ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. യോഗം കൂടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.